Celebrating 50 years. Majestic Jewelers. മദ്യവിൽപ്പനശാലകൾ തുറന്നതോടെ ബിവറേജിന് മുന്നിൽ വൻ തിരക്ക്. തിരൂർ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിലെ തിരക്ക് പൂങ്ങോട്ടുകുളം വരെ നീണ്ടു. 1.5 മാസത്തോളം അടഞ്ഞുകിടന്ന ശേഷമാണ് ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഇന്ന് തുറന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ മാസം 8 മുതൽ മദ്യവിൽപ്പനശാലകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച മുതൽ മദ്യവിൽപ്പനശാലകൾ തുറക്കാൻ തീരുമാനിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നതോടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടതും. തിരൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലെ വരി പൂങ്ങോട്ടുകുളം വരെ നീണ്ടു. പലയിടത്തും വരിയിൽ സാമൂഹിക അകലം പോലും പാലിക്കുന്നുണ്ടായിരുന്നില്ല. മദ്യം വാങ്ങുന്നതിന് ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. നേരിട്ടെത്തി മദ്യം പാഴ്സൽ വാങ്ങുന്ന രീതിയാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് ബിവറേജ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഔട്ട്ലെറ്റിന് മുന്നിലെത്തി വരിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. സാമൂഹിക അകലം ഉറപ്പാക്കാൻ പോലീസ് കഠിന പരിശ്രമവും നടത്തുന്നുണ്ട്. വൈകിട്ട് 7 വരെയാണ് ബിവറേജുകളുടെ പ്രവർത്തന സമയം. തിരക്ക് ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്ക് ചെയ്തുള്ള വിൽപ്പനയ്ക്കാണ് സർക്കാർ ആദ്യം നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും ആപ്പിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ആപ്പ് ഒഴിവാക്കുകയായിരുന്നു. അതേസമയം ബാറുകളിൽ നിന്ന് പാഴ്സൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. 265 ബെവ്കോ ഔട്ട്ലെറ്റുകളും 32 കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും 604 ബാറുകളുമാണ് സംസ്ഥാനത്തുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് മദ്യവിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ളത്.